പശ്ചിമേഷ്യയിലെ യുദ്ധത്തിൽ ശ്വാസം മുട്ടി നമ്മുടെ ഒരു അയൽ രാജ്യം കൂരിരുട്ടിലേക്ക് വീഴുകയാണ്. വാഹനങ്ങൾ ഓടാൻ എണ്ണയില്ല, വിളക്ക് കത്താൻ വൈദ്യുതിയില്ല. ഒടുവിൽ ഗത്യന്തരമില്ലാതെ സ്വന്തം സ്കൂളുകളും സർവകലാശാലകളും വരെ പൂട്ടിക്കെട്ടിയിരിക്കുകയാണ് ബംഗ്ലാദേശ്. അഹങ്കാരമെല്ലാം മാറ്റിവെച്ച് തകർന്നടിയുന്ന സ്വന്തം രാജ്യത്തിന്റെ ജീവൻ നിലനിർത്താൻ അവർ ഇപ്പോൾ ഇന്ത്യയുടെ കാരുണ്യത്തിനായി നരേന്ദ്രമോദിയുടെ മുന്നിൽ കൈനീട്ടുകയാണ്. ബംഗ്ലാദേശിലെ സ്ഥിതിഗതികൾ വളരെ രൂക്ഷമാണ്. ഇന്ധനവും വൈദ്യുതിയും ലാഭിക്കാൻ രാജ്യത്തെ എല്ലാ പൊതു സ്വകാര്യ സർവകലാശാലകളും അടച്ചിടാൻ സർക്കാർ ഉത്തരവിട്ട് കഴിഞ്ഞു. ഗതാഗത കുരുക്കൊഴിവാക്കി ഇന്ധനം സംരക്ഷിക്കാൻ സർക്കാർ മുൻകൂർ ഈദ് അവധികൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. താരിഖ് റഹ്മാന്റെ നേതൃത്വത്തിലുള്ള BNP സർക്കാരിന് മുന്നിൽ വേറെ വഴിയില്ല. വൈദ്യുതി ലാഭിക്കാനായി ഹോസ്റ്റലുകളിലെയും ക്ലാസ് മുറികളിലെയും AC ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ പ്രവർത്തിപ്പിക്കരുതെന്ന് നിർദ്ദേശിച്ചു. സ്വകാര്യ കോച്ചിംഗ് സെന്ററുകളോടും വിദേശ സ്കൂളുകളോടും പൂർണ്ണമായും അടച്ചിടാൻ ആവശ്യപ്പെട്ടു. ഇതിനെല്ലാം പുറമെ ഇന്ധനക്ഷാമം കാരണം രാജ്യത്തെ 4 പ്രധാന വളം ഫാക്ടറികളുടെ പ്രവർത്തനവും ബംഗ്ലാദേശ് നിർത്തിവച്ചിരിക്കുകയാണ്. പ്രതിദിനം ഇന്ധനം വാങ്ങുന്നതിന് പൗരന്മാർക്ക് ഇപ്പോൾ കർശനമായ നിയന്ത്രണങ്ങളുമുണ്ട്. എന്തുകൊണ്ടാണ് ബംഗ്ലാദേശ് പെട്ടെന്ന് ഇങ്ങനെ തകർന്നടിഞ്ഞതെന്ന് നമുക്കറിയാം. മിഡിൽ ഈസ്റ്റിലെ പ്രത്യേകിച്ച് ഇറാൻ മേഖലയിലെ സംഘർഷങ്ങളാണ്. ഹോർമൂസ് കടലെടുക്ക് അടച്ചതും മറ്റുമൊക്കെയാണ് ബംഗ്ലാദേശിനെ ഈ ഒരു വലിയ ഊർജ്ജ പ്രതിസന്ധിയിലേക്ക് തള്ളിയിട്ടത്. ഇതൊക്കെ തന്നെയാണ് ബംഗ്ലാദേശിന്റെ ഗാർഹിക ഊർജ്ജ ഉപഭോഗത്തിന്റെ 95% ഇറക്കുമതിയെ ആശ്രയിച്ചാണ് നിൽക്കുന്നത്. ഗൾഫിൽ നിന്നുള്ള എണ്ണ വരവ് താറുമാറായതോടെ സ്വന്തമായി പിടിച്ചു നിൽക്കാൻ അവർക്കൊരു മാർഗവുമില്ലാതെയായി. ഉപഭോഗം എങ്ങനെയെങ്കിലും കുറച്ച് പിടിച്ചു നിൽക്കാനുള്ള ഒരു അവസാന ശ്രമത്തിലാണ് അവർ. ഈ വലിയ തകർച്ചയിൽ നിന്നുള്ള അവരുടെ ഏക പിടിവള്ളി ഇപ്പോൾ ഇന്ത്യയാണ്. ഇന്ത്യ വിരുദ്ധത പറഞ്ഞ് രാഷ്ട്രീയ നേട്ടം കൊയ്തവർ പോലും ഇപ്പോൾ ജീവൻ രക്ഷിക്കാൻ ദില്ലിയിലേക്ക് നോക്കുകയാണ്, ന്യൂഡൽഹിയിലേക്ക്. ഊർജ്ജ മേഖലയിലെ ഈ വലിയ പ്രതിസന്ധി പരിഹരിക്കാൻ അവർ ഇന്ത്യയോട് ഔദ്യോഗികമായി സഹായം അഭ്യർത്ഥിച്ചു കഴിഞ്ഞു. അടുത്ത 4 മാസത്തിനുള്ളിൽ 50,000 ടൺ ഡീസൽ അടിയന്തരമായി നൽകണമെന്ന് അവർ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷനോടും അസമിലെ നുമാലിഗഡ് റിഫൈനറിയോടും യാചിക്കുകയാണ്. ഈ വാർത്ത നൽകുന്ന സന്ദേശം വളരെ വ്യക്തമാണ്. ഇന്ത്യ വിരുദ്ധത പറഞ്ഞ് വോട്ട് നേടാം, താൽക്കാലികമായി ആളാകാം, പക്ഷെ രാജ്യം ഇരുട്ടിലാകുമ്പോൾ വെളിച്ചം തരാൻ ഇന്ത്യ തന്നെ കനിയണം. ആഗോള പ്രതിസന്ധികളിൽ ലോകം മുഴുവൻ ഉലയുമ്പോഴും ഇന്ത്യ തളരാതെ നിൽക്കുക മാത്രമല്ല, തകർന്നു വീഴുന്ന അയൽക്കാർക്ക് താങ്ങാകാനും കെൽപ്പുള്ളവരാണ് എന്ന് വീണ്ടും തെളിയിക്കുന്നു. മുന്നോട്ട് ചലിക്കണമെങ്കിൽ ബംഗ്ലാദേശിന് ഇനി ഇന്ത്യ മാത്രം ശരണം. ന്യൂസ് ഡെസ്ക്.